ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ സമ്മറി ഇമാജിനേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി ബൈ നെവിൽ ഗോഡാർഡ്. ഈ പുസ്തകത്തിൽ നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മുടെ ഇമാജിനേഷൻ, നമ്മുടെ കൽപ്പന ചെയ്യാനുള്ള ശക്തിയാണ് നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്ന ആ ഒരു സൂപ്പർ പവർ. നമ്മുടെ കൽപ്പനാശക്തിക്ക്, നമ്മുടെ ഇമാജിനേഷന് ഒന്നും ഇമ്പോസിബിൾ അല്ല. നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത് അത് നമ്മൾ നേടിയെടുക്കുന്നു. ഇതിനായി നെവിൽ ഗോഡാർഡ് ഒരു എക്സാമ്പിൾ പറയുന്നു. ഒരു വ്യക്തി വീൽ ചെയറിൽ ഇരിക്കുകയാണ്, നടക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ വ്യക്തി കണ്ണടച്ച് നടക്കുന്നതായിട്ടോ ഓടുന്നതായിട്ടോ ഇമാജിൻ ചെയ്ത് ആ ഇമാജിനേഷനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തി സത്യത്തിൽ റിയാലിറ്റിയിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. കാരണം ഇമാജിനേഷനിൽ ആ ഒരു ഹീലിംഗ് പവറുണ്ട്. ഈ പ്രോസസ്സിനെ പറ്റി നെവിൽ ഗോഡാർഡ് പറയുന്നു. ഇതിനായിട്ട് എവിടെയെങ്കിലും ശാന്തമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക, തുടർന്ന് കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏതൊരു കാര്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എൻഡ് റിസൾട്ട് റിലാക്സ് സ്റ്റേറ്റിൽ ഇമാജിൻ ചെയ്യണം. ഉദാഹരണത്തിന്, നമുക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു റിലാക്സ് സ്റ്റേറ്റിൽ എല്ലാവരും നിങ്ങൾക്ക് പ്രമോഷൻ ലഭിച്ചതിന് കൺഗ്രാജുലേഷൻ ചെയ്യുന്നു, അതോടൊപ്പം മധുരം വിതരണം ചെയ്യുന്നു, സാലറി വർദ്ധിച്ചതായിട്ട് കാണുന്നു. ഇമാജിനേഷൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ആ ശബ്ദവും കേൾക്കണം. അവരുടെ ഷെയ്ക്ക് ഹാൻഡിൻ്റെ ആ ഒരു സ്പർശത്തെ അനുഭവിക്കണം. അവർ നിങ്ങൾക്ക് തരുന്ന ബൊക്കയുടെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇമാജിനേഷനെ എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം റിയലായിട്ട് മനസ്സിൽ കാണണം, അനുഭവിക്കണം. നമ്മുടെ ഈ 3D വേൾഡിലെ എല്ലാ കാര്യങ്ങളും ടൈം ആൻഡ് സ്പേസ്, സമയത്തിൻ്റെയും സ്പേസിൻ്റെയും അതായത് ഡിസ്റ്റൻസിൻ്റെയും അനുസരിച്ചാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇമാജിനേഷനിൽ ഒരു കാര്യം കാണുന്നു, തുടർന്ന് അത് റിയാലിറ്റിയിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കുന്നു. ഒരു പ്രാവശ്യം ആ ഇമാജിനേഷൻ ചെയ്തതിന് ശേഷം ദിവസം വേറെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. അതായത് അത് സംഭവിക്കുമോ ഇല്ലയോ, നടക്കുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പകരം ഇമാജിനേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിക്കായിട്ട് പോവുക. അതിനുശേഷം വീണ്ടും രാത്രി ആ ഇമാജിനേഷൻ ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് ആ ഇമാജിനേഷൻ ചെയ്യണം. എത്ര നാൾ ഇമാജിനേഷൻ ചെയ്യണം? ഏതുവരെ ആ ഒരു ഇമാജിനേഷൻ റിയാലിറ്റി ആവുന്നു അതുവരെ ഇമാജിനേഷൻ ചെയ്യണം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ അതൊരു സിനിമയെ പോലെ നമ്മൾ ദൂരെ ഇരുന്നല്ല കാണേണ്ടത്. പകരം നമ്മൾ ആ ഒരു മൂവിയിൽ, ആ ഒരു സിനിമയിൽ സ്വയത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. അതുകൊണ്ട് തിങ്കിങ് ഫ്രം എന്ന കൺസെപ്റ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാവുന്നതാണ്. അതായത് എന്താണോ നമ്മുടെ കൺമുന്നിൽ ഇമാജിനേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് മനസ്സിൽ കാണണം. ഇമാജിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൂരെ നിന്ന് ഒരു സിനിമ പോലെ കാണുമ്പോൾ അതൊരു ചിത്രം മാത്രമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്കതിനുള്ള ഫീലിങ്സ് ഉണ്ടാവുകയില്ല. പകരം നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് അനുഭവിക്കുകയും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കാർ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ ആ ഡ്രീം കാർ ഓടിക്കുന്നതായിട്ടും അതിലിരിക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്യണം. ഇമാജിനേഷൻ 4th ഡിമെൻഷനിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇമാജിനേഷനിൽ കാണുന്ന കാര്യങ്ങൾ 3 ഡൈമെൻഷനൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ മേൽ 100% വിശ്വാസവും വയ്ക്കുക. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, അതായത് നത്തിങ് എന്ന സ്റ്റേജിലാണ്. നത്തിങ്ങിൽ നിന്ന് സംതിങ്ങിലേക്ക് എങ്ങനെ ആവാൻ സാധിക്കും? നെവിൽ ഗോഡാർഡ് പറയുന്നു, നത്തിങ്, അതായത് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ, ഒന്നുമില്ലാത്ത ആ ഒരു സ്റ്റേറ്റ് ഒരിക്കലുമില്ല. എന്തെങ്കിലും ഉണ്ട്. അതായത് 3 ഡൈമെൻഷനിൽ കാണുന്നില്ല എന്നർത്ഥം നത്തിങ്, ഒന്നുമില്ലാത്ത അവസ്ഥയല്ല. ഒന്നുമില്ല എന്ന് അതിനർത്ഥമില്ല. 3 ഡൈമെൻഷന് ഉപരിയായിട്ട് ഇമാജിനേഷനിൽ നിങ്ങളത് കാണുമ്പോൾ അത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നു. റിയാലിറ്റിയിൽ പല ആളുകളും ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് ഭാഗ്യമില്ല, ഭഗവാൻ എനിക്ക് ശിക്ഷ നൽകുന്നതാണ്. പക്ഷെ നെവിൽ ഗോഡാർഡ് പറയുന്നു, ഇതൊന്നും സത്യമല്ല. നമ്മൾ ബ്രഹ്മാണ്ടത്തിന്റെ നിയമത്തെ മനസ്സിലാക്കുന്നില്ല, പ്രകൃതിയുടെ നിയമത്തെയും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. യൂണിവേഴ്സ്, അതായത് നേച്ചറിൽ ഇൻറ്റ്യൂഷൻ മാത്രമാണുള്ളത്. അതായത് നമ്മുടെ മനസ്സിലെ പോസിറ്റീവ് നെഗറ്റീവ് വിചാരങ്ങളെ ബ്രഹ്മാണ്ടം സത്യമാക്കി മാറ്റുന്നു. അതോടൊപ്പം നമ്മുടെ വിചാരങ്ങളെ ബ്രഹ്മാണ്ടത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനം ഇമാജിനേഷൻ ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്,
നമ്മൾ നമ്മുടെ ലോകത്തെ നമ്മുടെ വിചാരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. തോട്ട് ബിക്കം തിങ്സ്, തോട്ട് ബിക്കം റിയാലിറ്റി. നമ്മുടെ ദുഃഖം, ദാരിദ്ര്യം, പ്രോബ്ലംസ് അത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ അത് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ ഇമാജിൻ ചെയ്ത് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. കാരണം നമുക്കറിയില്ല, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ബിലീവ്സ്, നമ്മുടെ നമ്മുടെ കൽപ്പനാശക്തി നമ്മുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവയ്ക്കല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു ഇല പോലും അനക്കാൻ സാധിക്കില്ല. ഇങ്ങനെ നെവിൽ ഗോഡാർഡ് പറയുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളാണ് മനസ്സിൽ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചുള്ള ഫീലിങ്സ്, ഭാവനകൾ സ്വയം ഉണ്ടാകാൻ തുടങ്ങുന്നു. പിന്നീട് ആ ഒരു നമ്മുടെ 3D റിയാലിറ്റിയിൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴുള്ള നിങ്ങളുടെ ഇമാജിനേഷനെയും ഫീലിങ്സിനെയും നിരീക്ഷിച്ചാൽ ഫ്യൂച്ചർ എന്തായി തീരുമെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രോബ്ലങ്ങൾ മറ്റുള്ളവർ കൊണ്ട് സംഭവിച്ചതാണ് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉടൻ തന്നെ ഇല്ലാതാക്കണം. നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം വിശ്വാസം ഇമാജിനേഷൻ്റെ വിത്താണ്. വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ഇമാജിനേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ നെവിൽ ഗോഡാർഡ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന നിയമത്തിനെ പറ്റിയും പറയുന്നു. ഈ നിയമം വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. ഈ നിയമത്തെ ഒരിക്കലും മുറിക്കാൻ സാധിക്കില്ല. നമ്മുടെ ആവർത്തിച്ചുള്ള വിചാരങ്ങൾ വിശ്വാസമായി മാറുന്നു. നമ്മളൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യുന്നു, ഒരു ആഗ്രഹത്തെ ഇമാജിൻ ചെയ്യുന്നു. നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച്, നമ്മുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നെഗറ്റീവായോ പോസിറ്റീവായോ ഫീലിംഗ് ഉണ്ടാകുന്നു. ഇമാജിനേഷൻ പ്ലസ് ഫീലിംഗ് നമ്മുടെ ജീവിതത്തിലേക്ക്, 3D റിയാലിറ്റിയിലേക്ക് ആ ഒരു കാര്യത്തെ ആകർഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രസന്റ് കണ്ടീഷനെ പലപ്പോഴും മാറ്റാൻ സാധിക്കില്ല എന്ന് ആളുകൾ വിചാരിക്കുന്നു. പക്ഷേ ഇത് സത്യമല്ല. ഇത് നമ്മുടെ പാസ്റ്റിലെ ഇമാജിനേഷൻ്റെയും വിശ്വാസത്തിൻ്റെയും റിസൾട്ടാണ്. ഇന്ന് നമ്മൾ ആ വിശ്വാസങ്ങളെയും വിചാരങ്ങളെയും ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നിനെയും വരാനിരിക്കുന്ന ഭാവിയെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏതൊരു കാര്യത്തെയാണോ കൂടുതൽ സമയം വിശ്വസിക്കുന്നത്, ആ ഒരു വിശ്വാസത്തിന് എനർജി നൽകുകയാണ്. തുടർന്ന് ആ വിശ്വാസം നമ്മുടെ റിയാലിറ്റിയായി മാറുന്നു. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്. ആ സമയത്ത് ആ വ്യക്തി ഞാൻ കൂടുതൽ സമയം രോഗിയാണ് എന്ന് വിചാരിക്കുമ്പോൾ സ്വയം ആ രോഗത്തെ വർദ്ധിപ്പിക്കുകയാണ്. പകരം ഞാൻ കൂടുതൽ ആരോഗ്യവനായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വിചാരിക്കുകയും അതിൽ ശ്രദ്ധ നൽകുകയും ചെയ്യുമ്പോൾ അത് റിയാലിറ്റിയായി മാറുന്നു. നമ്മുടെ ഇമോഷൻസ് വളരെ പവർഫുള്ളാണ്. ഉദാഹരണത്തിന് ദേഷ്യം, സ്നേഹം, എക്സെട്ര. ഏതൊരു ഇമാജിനേഷനാണോ നമ്മൾ ഫീലിങ്ങോടുകൂടി ചെയ്യുന്നത് അത് വളരെ പെട്ടെന്ന് റിയാലിറ്റിയായി മാറുന്നു. നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ഇമോഷൻസിനെ, ഭാവനകളെയും ശ്രദ്ധയോടെ നിരീക്ഷിച്ച് അതിനെ മനസ്സിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ നമ്മുടെ റിയാലിറ്റിയിലും ചേഞ്ചസ് കൊണ്ടുവരുന്നു. ഇത് പ്രാക്ടീസിലൂടെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മൾ നമ്മുടെ ക്രിയേറ്റീവ് പവറിനെ മിസ്യൂസ് ചെയ്യുന്നു. അതിലൂടെ നമ്മൾ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളെയും ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു. ഇനി നെവിൽ ഗോഡാർഡ് ഫ്രീ വില്ലിനെ പറ്റി പറയുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ശ്രദ്ധയെ ഏതൊരു കാര്യത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്, ഏതൊരു കാര്യമാണ് ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സെൻസ് ഓർഗനിലൂടെ വരുന്ന കാര്യങ്ങളെ കേൾക്കുകയും അതിന് ഒരു ഭാവനയുടെ, ഇമോഷൻ്റെയും അനുഭവം നൽകുകയും ചെയ്യുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ വിത്തുകളായി മനസ്സിൽ നിക്ഷേപിക്കപ്പെടുന്നു. തുടർന്ന് അതിനനുസരിച്ചുള്ള ഇമാജിനേഷൻ ഉണ്ടാവുകയും ആ രീതിയിലുള്ള ജീവിതം നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് നെവിൽ ഗോഡാർഡ് ഒരു ചെറിയ ടെക്നിക്ക് പറയുന്നു. ഇതിനായി രാവിലെ എഴുന്നേറ്റ് ഏതെല്ലാം ജോലികളാണോ ചെയ്യേണ്ടത് ആ ദിവസം അത് നല്ല രീതിയിൽ ചെയ്തതായിട്ട് ഇമാജിൻ ചെയ്യുകയും വൈകിട്ട് ആ ജോലികൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇമാജിനേഷൻ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അറിയാൻ സാധിക്കും എക്സാക്ട്ലി ആ ഇമാജിനേഷൻ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം അന്ന് മുൻപോട്ട് പോയത്. നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ ഗോഡ് ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഉപഹാരമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവം നൽകുന്ന ആ ഉപഹാരങ്ങളെ നന്ദിയുടെ ഭാവം പ്രകടിപ്പിച്ച്, അതായത് താങ്ക് യു പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഒരു ഗോഡ് ഗിഫ്റ്റഡ് ഡിസയറിനെ കൂടുതലായിട്ട് അന്വേഷിക്കാനും അനലറ്റിക്കലായിട്ട് ചിന്തിക്കാനും തുടങ്ങുന്നു. എന്നിട്ട് ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സ്വന്തം കൈകളിൽ എടുക്കുന്നു. പക്ഷേ അത് മിക്കപ്പോഴും പോസിബിൾ അല്ല. ആ ഒരു ഡിസയർ 4th ഡിമെൻഷനിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് തോന്നും ഇതെപ്പോൾ സംഭവിക്കും,
3Dയിലിരിക്കുന്ന നമുക്കതുകൊണ്ട് ഇത് എപ്പോൾ സംഭവിക്കുമോ ഇല്ലയോ തുടങ്ങിയ സംശയങ്ങളുണ്ടാവുന്നു. നെവിൽ ഗോഡാർഡ് പറയുന്നു, നമ്മൾ നമ്മുടെ വിചാരങ്ങളെ സാക്ഷിയായി കാണണം. നമ്മൾ ആ വിചാരങ്ങളുടെ ഇമോഷൻ്റെ ഒഴുക്കിലേക്ക് പോകരുത്. അതായത് എന്തെങ്കിലും വാങ്ങുന്നതിന് വേണ്ടി ഒരു നീണ്ട ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, എപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയം നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് വിചാരങ്ങളെ കൊണ്ടുപോകണം. അതായത് ലൈൻ പെട്ടെന്ന് കഴിയുന്നുണ്ട്, എൻ്റെ നമ്പർ ഉടൻ തന്നെ വരും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഫീലിങ്സും പോസിറ്റീവായി മാറുന്നു. നമ്മുടെ വിചാരങ്ങൾ, ഇമോഷൻസ് പോസിറ്റീവ് ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റിയാലിറ്റിയായി മാറുന്നു. ഇതിനായി ആദ്യം നമ്മൾ നമ്മുടെ വിചാരങ്ങൾക്കുമേൽ ശ്രദ്ധ വയ്ക്കണം. അങ്ങനെ നമ്മൾ വിചാരങ്ങൾക്കുമേൽ ഒബ്സർവ് ചെയ്യുമ്പോൾ, പരിശോധിക്കുമ്പോൾ, നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ തന്നെയാണ് നമ്മുടെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മൾ എന്താണോ കാണാൻ സാധിക്കുന്നത് അവയെപ്പറ്റി ചിന്തിക്കുന്നു. പക്ഷേ നമ്മൾ എന്താണോ ഇന്ന് കാണുന്നത് അത് നമ്മുടെ വിചാരങ്ങളുടെ റിസൾട്ടാണ്. നമ്മൾ പുതിയൊരു ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ പറ്റാത്ത ആ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ കാണുകയും ചിന്തിക്കുകയും ചെയ്യണം. അതായത് ഇപ്പോൾ ഇമാജിനേഷനിൽ ഉള്ള ഒരു കാര്യമാണ് 4th ഡിമെൻഷനിലുള്ളത്. അതിനെ വിശ്വസിച്ച് ഇമാജിനേഷൻ ചെയ്ത് നമുക്ക് 3Dയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തതായി നെവിൽ ഗോഡാർഡ് സെൽഫ് ടോക്കിനെ പറ്റി പറയുന്നു. ഇന്നർ കോൺവെർസേഷൻ. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇന്നർ കോൺവെർസേഷൻ, സെൽഫ് ടോക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഫേവറബിൾ ആയിരിക്കണം. ഒരു വ്യക്തിക്ക് സമ്പന്നനാവാനുള്ള സ്വപ്നമാണ്, അതിനെ ഇമാജിൻ ചെയ്യുന്നു. പക്ഷേ സെൽഫ് ടോക്ക്, ഇന്നർ കോൺവെർസേഷൻ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ഇത് പോസിബിൾ അല്ല, ഇത് സാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല, എക്സെട്ര. ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇന്നർ ടോക്ക് കൂടുതൽ പവർഫുള്ളായി മാറുന്നു. കാരണം നമ്മുടെ ഇന്നർ ടോക്ക് നമ്മുടെ ഇമാജിനേഷന് ശക്തി നൽകുന്നു. അതായത് നമ്മുടെ സെൽഫ് ടോക്ക് ഇമാജിനേഷനുള്ള ഫ്യൂവലാണ്. ഇനി നമ്മുടെ സെൽഫ് ടോക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ ആർട്ട് ഓഫ് റിവിഷൻ ഉപയോഗിക്കണം. ഈ ഒരു കാര്യത്തെ നെവിൽ ഗോഡാർഡ് തൻ്റെ പ്രൂണിംഗ് ഷിയേഴ്സ് ഓഫ് റിവിഷൻ എന്ന പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് പാസ്റ്റിൽ സംഭവിച്ച നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു എന്നിരിക്കട്ടെ, വീണ്ടും പാസ്റ്റിലേക്ക് പോയി ആ നെഗറ്റീവായി സംഭവിച്ച കാര്യത്തെ പോസിറ്റീവാക്കി നമ്മുടെ ഇമാജിനേഷനിൽ ചേഞ്ച് ചെയ്യുക. അങ്ങനെ പല പ്രാവശ്യം മനസ്സിൽ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അത് റിയാലിറ്റിയിൽ സംഭവിച്ചതായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങും. അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്യപ്പെടും. അപ്പോൾ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവാൻ തുടങ്ങും. നമ്മുടെ ഇമാജിനേഷൻ പവർ, കൽപ്പനാ ശക്തിയുടെ പേരാണ് ഗോഡ് ഇൻ ആക്ഷൻ. ഇതിൻ്റെ പ്രൂഫിനായിട്ട് നെവിൽ ഗോഡാർഡ് ഈ പുസ്തകത്തിൽ ധാരാളം സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. കാരണം ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൽപ്പനാശക്തിയെ, ഇമാജിനേഷനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ ഏതൊരു റിയാലിറ്റിയാണോ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിർമ്മിക്കാൻ സാധിക്കും. സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നല്ല രീതിയിൽ നമ്മുടെ ഇമാജിനേഷനെ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ സെൽഫ് ടോക്കിനെ ഒബ്സർവ് ചെയ്യുക. തുടർന്ന് നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം ഇമാജിൻ ചെയ്യുക. അതിന് അനുകൂലമായ സെൽഫ് ടോക്ക് നടത്തുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതായിരുന്നു ഇമാജിനേഷൻ ക്രിയേറ്റ്സ് റിയാലിറ്റി എന്ന പുസ്തകത്തിൻ്റെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ്.